നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിത് സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. LDF ജാഥകൾ വിജയമെന്ന് CPIM. സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണ് ഈ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ ജാഥകളിലൂടെ സാധിച്ചു. ടേം നിബന്ധന ഒഴിവാക്കുന്നത് ചർച്ച ചെയ്യാൻ സംസ്ഥാന സമിതി വിളിക്കാനും ധാരണയായി. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേർന്നു. ശ്രീജിത്ത്, LDFന്റെ 3 മേഖലാ ജാഥകൾ അത് വിജയമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. ആ രീതിയിലുള്ള വാർത്ത പുറത്തുവരുന്നു. അതേസമയം CPL ഇതുമായി ബന്ധപ്പെട്ട് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു എന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്തയായിരുന്നു. എന്താണ്, ഏത് രീതിയിലാണ് ജാഥകളെ CPIM നോക്കിക്കാണുന്നത്? പ്രജിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ LDFന്റെ 3 രാഷ്ട്രീയ ജാഥകൾ വേണ്ടത്ര ആവേശമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്നലെ വിലയിരുത്തിയത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ ഒരു വിലയിരുത്തലാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ LDFന്റെ മേഖലാ ജാഥകളിലൂടെ സാധിച്ചതാണ് CPIM സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കാനായി ഇത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകണമെന്നാണ് സെക്രട്ടേറിയറ്റിലെ ധാരണ. സംസ്ഥാനത്ത് ഇപ്പോഴും തുടർഭരണത്തിനുള്ള സാധ്യത ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നാണ് ജാഥയിലൂടെ ഉണ്ടായ അനുഭവമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞു. ഇത് പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് CPIMന്റെ തീരുമാനം. LDFലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി നടക്കാനിരിക്കുകയാണ്. തിങ്കളാഴ്ച LDF യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ. എന്തായാലും ടേം നിബന്ധന അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് CPIM സംസ്ഥാന സമിതിയാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച CPIMന്റെ സംസ്ഥാന സമിതി വിളിക്കാനും ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. പാലക്കാട് ചിറ്റിലഞ്ചേരിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വണ്ടാഴി തണ്ടലോട് സതീഷാണ് മരിച്ചത്. അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ചതിനെതിരെ സുഹൃത്തുക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് പാലക്കാട് ചേരുന്നു. ഷാരിഖ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ നിരന്തരം നിത്യേന മീൻ പിടിക്കുന്ന ആൾക്കാരാണോ ഇവർ? എന്താണ് അവിടെ ഉണ്ടായത്? പ്രജിൻ, ഇവർ നിത്യേന വൈകിട്ട് മീൻ പിടിക്കുന്ന ഒരു സുഹൃത്തുക്കൾ ചേർന്ന് മീൻ പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ പതിവായി ഇന്നും വൈകിട്ട് 4 മണിയോടെ ഷോക്കേറ്റ് മരിച്ച വണ്ടാഴി തണ്ടലോട് സ്വദേശി സതീഷും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ വിജീഷ്, വിശ്വനാഥ് എന്നിവർ ചേർന്ന് ഈ ഇലക്ട്രിക് ലൈനിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുകയായിരുന്നു. മേലാർക്കോട് ചിറ്റിലഞ്ചേരി വട്ടേപ്പാടത്ത് തോട്ടിൽ വെച്ചാണ് ഇവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടെ ഈ വൈദ്യുതി ലൈനിൽ നിന്നും സതീഷിന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കളായ വിജീഷും വിശ്വനാഥും ചേർന്ന് നാട്ടുകാരെ വിളിച്ചു വരുത്തി സതീഷിനെ നെന്മാറയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോഴേക്കും സതീഷ് മരണപ്പെട്ടിരുന്നു. ഇവർക്കെതിരെ, അതായത് സുഹൃത്തുക്കളായ വിജീഷ്, വിശ്വനാഥ് എന്നിവർക്കെതിരെ ആലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇവർക്കെതിരെ ഇപ്രകാരം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇവർ അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ചതിനും അതുപോലെ തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസ് ഉൾപ്പെടെ എടുത്ത് ഇവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച സതീഷിന്റെ മൃതദേഹം നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നാളെ വിട്ടു നൽകും. പ്രജിത്. ശരി, ഷാരിഖ് നവാസാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,69,00,000 വോട്ടേഴ്സാണ് പട്ടികയിലുള്ളത്. വോട്ടർ ID, പേര്, മൊബൈൽ ഫോൺ നമ്പർ എന്നിവ ഉപയോഗിച്ച് പട്ടിക പരിശോധിക്കാം. എന്നാൽ ഒഴിവാക്കിയവരുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചു. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. വോട്ടർ ID, പേര്, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ടെങ്കിലും എത്ര പേരെ ഒഴിവാക്കിയെന്നത് പറയുന്നില്ല. കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 13 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 24 ലക്ഷം പേരാണ് പുറത്തായത്. പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ പുരുഷന്മാർ 1.31 കോടി, സ്ത്രീകൾ 1.38 കോടി, 277 ട്രാൻസ്ജെൻഡർ, 2.23 ലക്ഷം പ്രവാസി, 4.24 ലക്ഷം പുതിയ വോട്ടർമാരും അന്തിമ പട്ടികയിൽ ഇടം നേടി. മരിച്ചവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെ 53,229 പേർ കൂടി ഹിയറിംഗിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ഹിയറിംഗിന് ശേഷം കരട് പട്ടികയിൽ നിന്ന് 15.11 ലക്ഷം വോട്ടർമാരുടെ വർധനവും ഉണ്ടായിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
UDF-ന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള വിഷയങ്ങളിൽ ഹൈക്കമാൻഡ് പറയുന്നതനുസരിക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. VD സതീശനും KC വേണുഗോപാലും താനുമടങ്ങുന്ന നേതൃനിര നല്ല യോജിപ്പോടെയാണ് മുന്നോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തല 24നോട് മനസ്സു തുറന്നത്. UDF-ന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡായിരിക്കും തീരുമാനിക്കുക. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനാണ് ആദ്യ പരിഗണനയെന്നും ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യം അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഇതാണ് യഥാർത്ഥ സ്ഥിതി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്തെങ്കിലും ആരാധനയുണ്ടെന്ന് തോന്നുന്നില്ല. NSSന്റെ നിലപാടുകളിൽ അവ്യക്തതയില്ല. താങ്കൾ മണിച്ചേട്ടാന്ന് വിളിക്കുന്ന G. സുകുമാരൻ നായർ തന്നെ പിണറായി വിജയന്റെ വലിയൊരു കടുത്ത ഫാനായിട്ട് മാറിയിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അവരാകെ ആഗോള അയ്യപ്പ സംഗമത്തിലാണ് അവർ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അവർ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സമദൂരം തന്നെയാണ്. തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമായിരുന്നുവെന്നാണ് തന്റെ അഭിപ്രായം. ആ വിധിന്യായം പരിശോധിച്ചാൽ തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമാണെന്ന് ബോധ്യപ്പെടും. 40 ദിവസം എന്തിനാണ് ശബരിമല തന്ത്രിയെ ജയിലിലിട്ടത് എന്നുള്ള മറുപടി പറയേണ്ട കാര്യമാണ്. ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം രമേശ് ചെന്നിത്തല തള്ളി. ഇത്തരത്തിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നമ്മുടെ ഒരു സംസ്കാരമല്ല, അത് CPM-ന്റെ സംസ്കാരമാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയാമ്മന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടിയുടെ മുമ്പിൽ ചാണ്ടി ഉമ്മന് മാത്രമാണ് MLA ആയിട്ടുള്ളത്. PK ശശി കോൺഗ്രസിൽ വരാൻ താല്പര്യം പറഞ്ഞിട്ടില്ലെന്നും സ്വർണ്ണപ്പാളി കേസിലെ വ്യവസായിയുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക പശ്ചാത്തലമാക്കി രചിച്ച നിയോഗം എന്ന നോവലിന്റെ വിശേഷങ്ങളും രമേശ് ചെന്നിത്തല പങ്കുവച്ചു. ഇപ്പൊ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും എന്റെ പ്രമേയം? അതുപോലെ പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും? അതോ രാഷ്ട്രീയ രംഗത്തെ? രാഷ്ട്രീയമല്ല, അല്ല. അമേരിക്കൻ ഒരു പശ്ചാത്തലവും ഇന്ത്യൻ പശ്ചാത്തലവും പണ്ടേ നിങ്ങൾ എഴുതൂ. അല്ല, മലയാള മനോരമ ബുക്സ് പ്രസിദ്ധീകരിക്കുകയാണ്. അവരുടെ പ്രീ പബ്ലിക്കേഷൻ പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഇങ്ങനെ ഒരു നോവൽ എഴുതുന്നുള്ളത്. നിയോഗം എന്നാണ് എന്റെ പേര്. നിയോഗം പുറത്തു വരും? ഈ മാസം മാർച്ച് ഫെസ്റ്റിവൽ. ആരുടെ നിയോഗമായിരിക്കും അതിലുള്ളത്? അത് വായിച്ചിട്ട് പറഞ്ഞു. അതിപ്പോ ഞാൻ പറഞ്ഞതില്ല. ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച കേരളത്തിൽ നടക്കും. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച നടക്കേണ്ടിരുന്നത്. ഈ മാസം 25-ന് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സേവനം ലഭ്യമാക്കാൻ CPI ഹൈദരാബാദിൽ നിന്നുള്ള PR സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം പ്രസന്റേഷൻ നടത്തി. കോടികൾ ചെലവാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരെ കൊണ്ടുവരുന്നതിൽ പാർട്ടി നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. സുനിൽ കനകോലുവിന്റെ സേവനം ഉപയോഗിക്കുന്നതിന്റെ പേരിൽ പാർട്ടി നേതൃത്വം കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്നതിനിടയിലാണ് CPI തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ സഹായം തേടുന്നത്. പാർട്ടിയുടെ രാജ്യസഭാംഗങ്ങളുടെ മുൻകൈയിലാണ് ഏജൻസിയുടെ വരവ്. ഹൈദരാബാദിൽ നിന്നുള്ള PR ടീമിന് പിന്നിൽ പാർട്ടിയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ മകനുമുണ്ട്. ഇന്നലെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം ഹൈദരാബാദിൽ നിന്നുള്ള PR ടീം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾക്ക് മുന്നിൽ പ്രസന്റേഷൻ നടത്തി. ഇടതുമുന്നണി തുടർഭരണം നേടുമെന്ന് പ്രവചിക്കുന്ന PR ടീം CPI അപകട മുന്നമ്പിലാണെന്ന് മുന്നറിയിപ്പ് നൽകി. 25 സീറ്റിൽ മത്സരിക്കുന്ന CPIക്ക് പരമാവധി 9 സീറ്റുകൾ ലഭിക്കാനേ സാധ്യതയുള്ളൂവെന്നാണ് ഏജൻസിയുടെ പ്രവചനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കും മണ്ഡലങ്ങളിലെ മത സാമുദായിക ഘടനയും വിശദീകരിച്ചുകൊണ്ടായിരുന്നു PR ടീമിന്റെ പ്രസന്റേഷൻ. കോടികളാണ് ഏജൻസിയുടെ പ്രതിഫലം. ഇത്രയും പണം ചിലവാക്കിക്കൊണ്ടുവരുന്ന ഏജൻസിയുടെ അവതരണത്തിൽ പാർട്ടി സഖാക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളും സൈബറിടത്ത് ലഭ്യമാകുന്നതുമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂവെന്നാണ് നേതാക്കളുടെ വിമർശനം. വൻതുക ചെലവിട്ട് PR ഏജൻസി കൊണ്ടുവരുന്നതിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ വലിയ മുറുമുറുപ്പുണ്ട്. എല്ലാവരെയും കാണുന്നുണ്ട്, ഞങ്ങളെ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആരോടും ഉടമ്പടിയൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് PR ഏജൻസിയുടെ സഹായം തേടുന്നത് CPIയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. 24 വിവരം പുറത്തുവിട്ടതോടെ CPIയുടെ താഴെത്തട്ടിലും എതിർപ്പുയരുന്നുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ബാറുകളുടെ പ്രവൃത്തി സമയം നീട്ടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ക്രൈസ്തവ സഭകൾ. പ്രതിഷേധം ആസൂത്രണം ചെയ്യാൻ KCBC മദ്യവിരുദ്ധ സമിതി ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ സർക്കാർ മദ്യമായ മിന്നൽ മാജിക്കിന്റെ ഉൽപാദനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് സഭകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് തൽക്കാലം സഭകൾ കടക്കില്ല. KCBC മദ്യവിരുദ്ധ സമിതി ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി നടത്തിയ ചർച്ചയിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു.
മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനാണ് തീരുമാനം. കൂടാതെ സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകാനും തീരുമാനിച്ചു. മദ്യപിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള അതിനു വേണ്ടുന്ന രീതിയിൽ കേരള സംസ്ഥാനത്തുടനീളം എല്ലാ സഭകളും എല്ലാ സമുദായങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട്. മറ്റു മതത്തിലുള്ളവരെയും ഉൾപ്പെടുത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. കോട്ടയത്ത് ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. ക്രൈസ്തവർ മാത്രമല്ല, തോന്നുന്നത് എല്ലാ മതങ്ങളും ഇതിനെ ഒരുമിച്ച് ഈ നയത്തിനെതിരായി ഉയർത്തേണ്ടത് ആവശ്യമാണ്. ഇതിനിടെ സർക്കാരിന്റെ പുതിയ മദ്യമായ മിന്നൽ മാജിക്കിന്റെ ഉൽപാദനം ആരംഭിച്ചു. പാലക്കാട് മേനോൻപാറയിലുള്ള ഡിസ്റ്റിലറിയിലാണ് നിർമ്മാണം തുടങ്ങിയത്. ഉൽപാദനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. 13,500 കേസ് മദ്യമാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ, ഇതുപോലുള്ള പ്ലാന്റുകൾ ആരംഭിക്കാൻ എത്ര വേഗത്തിൽ കഴിയുമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. നാളെ പക്ഷേ ചിലപ്പോൾ പറഞ്ഞേക്കാം മദ്യപ്ലാന്റിന് അനുമതി ശരവേഗത്തിൽ എന്ന് ചിലപ്പോൾ ആക്ഷേപം വന്നേക്കാം. വിഷയത്തിൽ സഭാ നേതൃത്വം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ പ്രതിപക്ഷ പാർട്ടികളും ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർച്ച് 4-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനും ED നോട്ടീസ് അയച്ചു. തന്ത്രിയുടെ അറസ്റ്റിനെതിരെ BJPയും കോൺഗ്രസും രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED നടത്തിയ റെയ്ഡിൽ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയിരുന്നു. EDയുടേത് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്നായിരുന്നു വിമർശനം. ഇതിന് പിന്നാലെയാണ് തന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ED എത്തിയത്. തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2019-2025 കാലയളവിലുള്ള തന്ത്രിയുടെ സ്വത്ത് സമ്പാദനവും പരിശോധിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനോട് അടുത്തയാഴ്ച ഹാജരാകാനാണ് ED നിർദ്ദേശിച്ചിരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റിനെതിരെ BJPയും കോൺഗ്രസും രംഗത്തെത്തി. അറസ്റ്റിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണോ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് SIT പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. CPMനെതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. ജനങ്ങളെ പറ്റിക്കാനായിരുന്നു തന്ത്രിയുടെ അറസ്റ്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 4.5 കിലോ സ്വർണം നമ്മുടെ പുണ്യ ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്തു എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടും നടക്കുന്നത് ഒരു നാടകമാണ്. എല്ലാവർക്കും ബെയിൽ കിട്ടുന്നു, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ തന്ത്രിനെ ജയിലയക്കുന്നു, കോർട്ട് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി സുപ്രീം കോടതിയെ സമീപിച്ചു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും പങ്കജ് ഭണ്ഡാരി ഹർജിയിൽ പറയുന്നു. 24 കൊച്ചി. ആരോഗ്യരംഗത്തെ വീഴ്ചകളിൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇരച്ചുകയറി റീത്ത് വെച്ചു. സുരക്ഷാ വീഴ്ചയിൽ കന്റോൺമെന്റ് SP-യോട് കമ്മീഷണർ വിശദീകരണം തേടി. പ്രതിഷേധത്തിന് പിന്നാലെ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീടിന് നേരെയും പ്രതിഷേധമുണ്ടായി. പ്രതിഷേധം കണ്ട് ഭയന്നോടില്ലെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആലപ്പുഴയിലെ ഉഷ ജോസഫിന്റേതടക്കമുള്ള ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. വീടിന്റെ ഗേറ്റ് അടിച്ചു തകർത്ത പ്രവർത്തകർ മുന്നോട്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പോലീസുകാരെ തള്ളിമാറ്റി പ്രവർത്തകർ വീടിന്റെ മുൻവശത്തെത്തി. പ്രധാന കവാടത്തിൽ റീത്തും വച്ചു. തിരികെ വീടിന് പുറത്തെത്തിയ പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തി. അതിനുശേഷം പോലീസ് വാഹനം അടക്കം അടിച്ചു തകർത്തു. ഉച്ചയ്ക്ക് ശേഷം മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീടിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. DYFI പ്രവർത്തകരും സ്ഥലത്തെത്തിയതോടെ സംഘർഷാവസ്ഥ.
അധിക സുരക്ഷ വേണ്ടെന്നും പാർട്ടി പ്രവർത്തകർ സുരക്ഷ ഒരുക്കുമെന്നും മന്ത്രി. ഒരു പോലീസ് സേനാവും വേണ്ട, പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ടാവും, അതില് ഒരു പ്രശ്നവുമില്ല. തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം, പത്തനംതിട്ട. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി CPIM-ഉം പോഷക സംഘടനകളും രംഗത്ത്. വീട്ടിൽ കയറി റീത്ത് വെച്ചത് അതിരുവിട്ട പ്രതിഷേധമാണെന്നും കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നുമാണ് CPIM-ന്റെയും DYFI-യുടെയും പ്രതികരണം. മന്ത്രിമാരുടെ വീട്ടിൽ കയറിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തള്ളി. CPIM, DYFI, SFI പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഗർഭപാത്രം നീക്കം ചെയ്യാനെത്തിയ സ്ത്രീയുടെ വയറ്റിൽ കത്രിക മറന്നുവച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിൽ റീത്ത് വെച്ചത്. പോലീസിനെ മറികടന്ന് വീട്ടിൽ കയറി റീത്ത് വെച്ച സംഭവം CPIM-നെയും യുവജന സംഘടനകളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ കയറി റീത്ത് വയ്ക്കുന്നത് ജനാധിപത്യ രീതിയല്ലെന്നും അതിരുവിട്ട പ്രതിഷേധമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. വീട് ആക്രമിച്ചും പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തിയും നടത്തുന്ന സമരങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. കോൺഗ്രസിന്റേത് സമരമല്ല, സമരാഭാസമെന്ന് DYFI-യും വിമർശിച്ചു. കേരളത്തിലെ ആരോഗ്യരംഗം ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനും ആരോഗ്യമന്ത്രിയെ ആക്ഷേപിക്കാനും വെല്ലുവിളിക്കാനും ആക്രമിക്കാനും ഇറങ്ങി പുറപ്പെട്ടാൽ അതങ്ങനെ കൈവും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് നേരെ പ്രതിഷേധമുണ്ടായാൽ പ്രതിരോധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനെ തടയാം എന്നുള്ള വ്യാമോഹം DYFI-ക്ക് വേണ്ടെന്നും അബിൻ വർക്കി. യൂത്ത് കോൺഗ്രസിനെ സമരം പഠിപ്പിക്കാൻ വന്ന് യൂത്ത് കോൺഗ്രസിനെ അങ്ങ് ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നൊക്കെയാണ് DYFI-കാരൻ വിചാരിക്കുന്നതെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. യൂത്ത് കോൺഗ്രസിന്റെ റീത്ത് വെച്ചുള്ള പ്രതിഷേധത്തെ രൂക്ഷമായി വിമർശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജും രംഗത്തെത്തി. VD സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്ത് വെക്കും. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പ്രതിപക്ഷ നേതാവ് തള്ളി. ഞങ്ങളുടെ പരിപാടിയൊന്നുമല്ല സാധാരണ റീത്ത് വയ്ക്കല്. റീത്ത് പയ്യന്നൂരിൽ റീത്ത് വെച്ചതാരാ? ആ റീത്ത് വെച്ചതിന്റെ അർത്ഥം എന്താ? കൊല്ലുമെന്നാണ്. നിന്നെ ഞങ്ങൾ കൊല്ലും. പിന്നെ എനിക്കിതല്ലല്ലോ ജോലി, മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കാൻ പറയലല്ലോ ജോലി. അതേസമയം CPIM, DYFI, SFI പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചു. ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നാലെ തിരിച്ചും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരുമാനം. 24 തിരുവനന്തപുരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിന് ഇരയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തു. കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ്. ഉപകരണം കോടതിക്ക് കൈമാറി. വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക കരുണാകരനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. എന്നാൽ നടപടി നേരിട്ട ഡോക്ടർ ജെ ഷാഹിദയ്ക്കും നഴ്സിംഗ് ഓഫീസർ PS ധന്യയ്ക്കുമെതിരെ കേസില്ല. ഇന്നുച്ചയോടെയാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുത്തത്. ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ്. പോലീസിന് കൈമാറിയ കത്രിക കോടതിക്ക് കൈമാറും. നീക്കം ചെയ്ത ഫോർസെപ്സ് നമ്മൾ മാസത്തിൽ കിട്ടി. ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർ ലളിതാംബിക കരുണാകരനെ മാത്രം പ്രതിചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മനുഷ്യജീവനും വ്യക്തിസുരക്ഷിതത്വത്തിനും അപകടകരമാം വിധം പ്രവർത്തിച്ചു എന്നാണ് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരായ FIR. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവം നടന്ന 2021 കാലയളവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ ലളിതാംബിക കരുണാകരൻ. പരാതിയിൽ ഡോക്ടറുടെ അസിസ്റ്റന്റായിരുന്ന ആൾക്കെതിരെയും ആരോപണമുണ്ടെങ്കിലും കേസിൽ പ്രതി ചേർത്തില്ല. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയായിരുന്നു അസിസ്റ്റന്റ്. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേരെ പ്രതിചേർക്കുമെന്നും അമ്പലപ്പുഴ DYSP വ്യക്തമാക്കി. അതിനിടെ ചികിത്സാ പിഴവിനെതിരെ രജിസ്റ്റർ ചെയ്ത FIR-ലും പിഴവുണ്ടായി. 2021 നടന്ന ശസ്ത്രക്രിയയെ 2026 നടന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FIR-ലെ തെറ്റ് കോടതിയിൽ തിരിച്ചടിയായേക്കും. സാങ്കേതിക പിഴവാണെന്നും തീയതി തിരുത്തണമെന്നും ചൂണ്ടിക്കാണിച്ച് അമ്പലപ്പുഴ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അറിയിച്ചു. 24 ആലപ്പുഴ.
മാനവരാശിയുടെ സമൃദ്ധമായ ഭാവിക്ക് AI പ്രോത്സാഹിപ്പിക്കണമെന്ന് ഡൽഹിയിലെ AI ഉച്ചകോടി സംയുക്ത പ്രസ്താവന. 88 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടു. അതേസമയം AI ഉച്ചകോടിയിലെ പ്രതിഷേധത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. രാജ്യത്തിന് നാണക്കേടാകുന്ന പ്രതിഷേധം പാടില്ലെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. മനുഷ്യരാശിക്ക് ഗുണം ലഭിക്കുമ്പോൾ മാത്രമേ AI വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകൂവെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഡൽഹിയിൽ ചേർന്ന 5 ദിവസത്തെ ഉച്ചകോടി സമാപിച്ചത്. സമാപനത്തിന്റെ അവസാന ദിവസം 88 രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. സുരക്ഷിതവും വിശ്വസനീയവുമായ AI പ്രോത്സാഹിപ്പിക്കും, സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി AI മാറ്റും തുടങ്ങിയവയാണ് പ്രഖ്യാപനങ്ങൾ. അതേസമയം AI ഉച്ചകോടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്ത് വന്നു. രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന പ്രതിഷേധം ഒഴിവാക്കണമെന്നായിരുന്നു അഖിലേഷിന്റെ പ്രതികരണം. അതിനിടെ ഉച്ചകോടിയിലെ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെതിരെ BJP രാജ്യവ്യാപകമായ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റിലായ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡൽഹി പട്ടിയാല ഹൌസ് കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ പ്രതിഷേധമെന്ന് പോലീസ് കോടതിയിൽ ആരോപിച്ചു. 24 ഡൽഹി. പകരം തീരുവ റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി വിശദമായി പരിശോധിക്കാൻ ഇന്ത്യ. വിധിക്ക് പിന്നാലെ US പ്രഖ്യാപിച്ച നടപടികളിന്മേലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചു വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ 18% നിന്ന് 10% കുറയുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതിനിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. യുഎസുമായുള്ള വ്യാപാര കരാറിന്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാൻ ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് ട്രംപിന്റെ പകരം തീരുവ റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി. US സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വിധിയും യുഎസുമായുള്ള വ്യാപാര കരാറും തമ്മിലുള്ള നിയമപരമായ വശങ്ങളും ഇന്ത്യ പരിശോധിക്കും. ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവയുമായി ബന്ധപ്പെട്ട തുടർ സാധ്യതകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നീങ്ങാനാണ് ഇന്ത്യയുടെ ശ്രമം. എല്ലാ രാഷ്ട്രങ്ങൾക്കുമേൽ നിലവിലുള്ള സാധാരണ തീരുവയ്ക്ക് പുറമെ 10% അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്ത്യയ്ക്കുമേലുള്ള 18% തീരുവ 10% കുറയുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇതോടെ തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. വാണിജ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ദർപ്പൺ ജെയിനിന്റെ നേതൃത്വത്തിൽ US മറ്റന്നാൾ പുറപ്പെടുന്ന ഇന്ത്യൻ സംഘം നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ ഇന്ത്യയിലെത്തും. കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായാണ് ജാമിസണിന്റെ സന്ദർശനം. 24 ഡൽഹി. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ വിവാദ പുസ്തകമായ ശബരിമല സമരവും സുവർണാവസര വിധിയും പ്രകാശനം ചെയ്തു. യുവതികൾ ശബരിമലയിലെത്തുകയാണെങ്കിൽ നട അടച്ചിടാൻ തന്ത്രിയോട് ശ്രീധരൻപിള്ള പറഞ്ഞതായി പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിന്റെ ഉള്ളടക്കം PS ശ്രീധരൻപിള്ളയുടെ വ്യക്തിപരമായ കണ്ടെത്തലാണെന്നും അത് പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നും ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ശബരിമല സമരത്തെ സംഘപരിവാർ വീക്ഷണകോണിൽ നിന്ന് വിശകലനം നടത്തുകയാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയുടെ ശബരിമല സമരവും സുവർണാവസര വിധിയുമെന്ന പുസ്തകം. ശ്രീധരൻപിള്ള BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന വേളയിൽ നടന്ന ശബരിമല സമരമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചാൽ നടയടച്ചിടാൻ താൻ തന്ത്രിയോട് പറഞ്ഞതായുള്ള വിവാദ പരാമർശം പുസ്തകത്തിലുണ്ട്. സർ പറഞ്ഞാൽ ചെയ്യാമെന്നാണ് തന്ത്രി മറുപടി പറഞ്ഞതെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. നട അടച്ചിടാൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല. ഞാൻ ആ മനുഷ്യനോട് ഫോണിൽ പറഞ്ഞു, ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ല. ഞാൻ പറഞ്ഞു, താങ്കൾ ജയിലിൽ പോകും മുമ്പ് ഇത് കണ്ടംപ്റ്റ് ആണെങ്കിൽ ഞാൻ പോകും. പുസ്തക പ്രകാശനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിലെ പ്രതിപാദനങ്ങൾ മുഴുവൻ ശ്രീധരൻപിള്ള സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാർട്ടിയുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ടിയ കാര്യമില്ല. PS ശ്രീധരൻപിള്ളയുടെ വൃക്ഷവൈജ്ഞാനികം എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.